മലയാളത്തിൽ നിന്ന് ഒരു കൊച്ചു ഫീൽ ഗുഡ് പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അജു വർഗീസ്, അനന്യൊക്കെ അഭിനയിച്ചിട്ടുള്ള സ്വർഗം, അതാണ് സിനിമയുടെ പേര്. 1.25 മണിക്കൂറിനുള്ള ഒരു കൊച്ചു പടമാണ്. രണ്ട് ഫാമിലീസിന്റെ കഥ പറയുന്ന സിനിമയാണ്. ഒന്ന് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി, നമ്മുടെ അജു വർഗീസിന്റെ അതേപോലെ അനന്യയുടെ. മറ്റേത് ഭയങ്കര പോഷ് ആയിട്ടുള്ള ലക്ഷൂറിയസ് ലൈഫ് ലെഡ് ചെയ്യുന്ന നമ്മുടെ ജോണി ആന്റണി, മഞ്ജു പിള്ള. ഇവരുടെ വീട്ടിൽ എങ്ങനെയാ വെച്ചാൽ ആട്, മാട്, കോഴി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവരുടെ വീട്ടിൽ റോബോട്ട്, അതേപോലെ തന്നെ ബെൻസ് കാർ, അങ്ങനത്തെ പോഷ് ലൈഫാണ് കാണിക്കുന്നത്. സോ ഇവർ ഈ സിനിമയിൽ പറയാൻ ഉദ്ദേശിച്ചത് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് മണി. പൈസ മാത്രമല്ല ജീവിതം, പൈസയുടെ മുകളിൽ ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ട്, ഹ്യൂമൻ ബോണ്ടിങ് ഉണ്ട്. അതൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. ആദ്യത്തെ ഒരു 15 to 20 മിനിറ്റ്സ് നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിരുന്നു കേട്ടോ. ഇപ്പൊ രാവിലെ ഒരു 4 മണിക്കൊക്കെ എണീറ്റിട്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എന്തൊക്കെ ഉണ്ടാവുക, പിള്ളേരെ സ്കൂളിൽ അയക്കണം, ഭർത്താവിന് ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കണം, അങ്ങനത്തെ തിരക്കും കാര്യങ്ങളൊക്കെ നല്ല രസത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. സോ ഇതിൽ അനന്യയുടെ ക്യാരക്ടർ ഒരു ഹൗസ് വൈഫാണ്. നമുക്കൊക്കെ ഭയങ്കരമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. നമ്മുടെയൊക്കെ അമ്മയൊക്കെ ഓർമ്മ വരും. വീട്ടിൽ മാട്, കോഴി, അതിന്റെ മുട്ടയൊക്കെ പെറുക്കിയിട്ട് വിറ്റിട്ട് കുട്ടികളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം. ആ ഒരു ക്യാരക്ടറാണ് ബേസിക്കലി എനിക്ക് എന്റെ അമ്മയെ പെട്ടെന്ന് ഓർമ്മ വന്നു. ഇപ്പൊ അനന്യയുടെ എല്ലാ പടങ്ങളും ഹൗസ് വൈഫ് ആയിട്ടാണ്. ഇപ്പൊ നമ്മൾ അപ്പനെ നോക്കുക, അതേപോലെ തന്നെ തിരുമാണിക്യത്തിൽ അങ്ങനത്തെ റോളാണ്. അതേപോലെ തന്നെ ഈ സിനിമയിലും അത് തന്നെയാണ്. പക്ഷെ നല്ല വൃത്തിക്ക് തന്നെ ആള് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഹൗസ് വൈഫ് എന്നുള്ള ക്യാരക്ടറാണ് വെച്ചാൽ അനന്യ തന്നെയാണ് ബെസ്റ്റ് ചോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അജു വർഗീസ് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ആഫ്റ്റർ ഒരു 20 മിനിറ്റ്സ് ഈ സിനിമയുടെ ഫ്ലോ അങ്ങോട്ട് നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആദ്യത്തെ ഒരു ഫീൽ ഗുഡ് വൈബ് നമുക്ക് പിന്നീട് കിട്ടാതാവുകയാണ്. സിനിമ വേറെ